പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 11 ശനിയാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്.
സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവർ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ആധ്യാത്മിക വളർച്ചയില്ലേ, നമ്മുടെ പിതാക്കന്മാർ അവശേഷിപ്പിച്ചു പോയ ഓരോ സ്കൂളുണ്ടല്ലോ. എബ്രഹാത്തിൻ്റെ ഒരു ആധ്യാത്മിക ജീവിതമുണ്ട്, മോസസിൻ്റെ ആധ്യാത്മിക ജീവിതമുണ്ട്, പിന്നെ ജോഷുവ, പിന്നെ ദാവീദിൻ്റെ ആധ്യാത്മിക ജീവിതമുണ്ട്, പിന്നെ പ്രവാചകന്മാരുടെയൊക്കെ ആധ്യാത്മിക ജീവിതമുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അവരെക്കാൾ കിടപിടിക്കുന്ന ആധ്യാത്മിക ജീവിതമുള്ള ആളാണ് ഈ പത്രോസ് എന്ന് പറഞ്ഞ ആൾ. ക്രിസ്തുവിൻ്റെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ക്രിസ്തു ബേസിക്കായിട്ട് ദൈവവും മനുഷ്യനുമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉടനെ നിങ്ങൾ പറയും ഈശോ ദൈവമല്ലേ, നമുക്കത് പറ്റുവാന്ന് ചോദിക്കും. അതാണ്, അങ്ങനെ ചോദിച്ചാണെങ്കിൽ മനുഷ്യൻ മുഴുവൻ ഉടങ്ങിയിരിക്കണം ഇത്രയും നാളായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിനെ ഉയർത്തിക്കൊണ്ടുവരും. കാര്യം ക്രിസ്തു സൂര്യനാണെങ്കിൽ മാതാവ് ചന്ദ്രനാണ്. ആ പ്രകാശം അടിച്ചാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. അതുപോലെ തന്നെയുള്ള വലിയ നക്ഷത്രങ്ങളാണ് ഈ പത്രോസ് എന്നൊക്കെ പറയുന്ന ആൾ. പത്രോസിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമുക്കൊരു വെല്ലുവിളിയാണ് ശരിക്കും. ഇന്നലെയൊക്കെ നമ്മൾ കണ്ട എന്താ, ആ മുടന്തൻ കൈ നീട്ടുന്നു. എപ്പോഴാണ്? കാലണ കയ്യിലില്ല. പക്ഷെ കാലണ കയ്യിലില്ല. ഇപ്പം നമ്മുടെ അടുത്താണ് കാലണ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും, എൻ്റെ കൊച്ചെ വിഷം മേടിക്കാൻ കൈ പോലും ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾ അളിഞ്ഞ മോന്തയും വെച്ച് പോകും. അത് വിശ്വാസ ജീവിതം അല്ലല്ലോ. ചേട്ടാ ഇപ്പം ഇല്ല, പക്ഷേ എനിക്ക് കിട്ടും, കർത്താവ് എനിക്ക് തരും, അപ്പം ഞാൻ തരാം, നല്ല വാക്ക് പറഞ്ഞു പോകണ്ടേ. ആത്മീയ ജീവിതം അതിൻ്റെ പ്രതിഫലിപ്പിക്കുന്നതിൽ നിന്നാണ് ആത്മീയ ജീവിതം നമുക്ക് എടുക്കുന്നത്. അല്ലാതെ കൊച്ചെ എനിക്ക് തന്നെ വിഷം മേടിക്കാൻ കാജിലായിരിക്കുകയാണ്, പിന്നെയാണ് നിനക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ മനുഷ്യർ ഇങ്ങനെ, അത് ഒരു ദൈവത്തെ തള്ളിപ്പറച്ചിൽ തന്നെയാണത്, അങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കണത്. പത്തോസം പക്ഷെ അങ്ങനെ നെഗറ്റീവായിട്ടല്ല ജീവിതത്തെ കാണുന്നത്. അങ്ങനെ പറയും, പൊന്നും വെള്ളിയൊന്നും എൻ്റെ ഇല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല, പക്ഷെ എനിക്കുള്ള ഞാൻ നിനക്ക് തരും, നസ്രായന യേശുവിൻ്റെ നാമം എന്ന് പറയും. പക്ഷെ എന്നെ അതൊന്നും അല്ല ബാധിച്ചത്. എന്നെ ബാധിച്ചത് ഈ മനുഷ്യന് കാപ്പി കുടിക്കാൻ കാശില്ലാത്തൊരു കാലമാണ്. കാലം എന്താ, കാശിങ്ങയുടെ കയ്യിൽ ഇല്ലായിരുന്നേ. പണ്ട് ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോഴേ അവിടുത്തെ ടൂറിസ്റ്റുകൾ ഗൈഡുമാർ നമ്മളെ പത്തോസിനെ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ പടിഞ്ഞോട്ട് പോയി ഗലീല കടത്തിയെടുത്തുള്ള അദ്ദേഹത്തിന് 2 വള്ളങ്ങളെ കാണിച്ചു തരും. നമുക്കും അറിയാം, അവർക്കും അറിയാം, അത് ആ വള്ളങ്ങൾ അവരുടെ പത്തോസിൻ്റെ വള്ളങ്ങളല്ല. പക്ഷേ പത്തോസിന് 2 വള്ളങ്ങൾ ഉണ്ടായിരുന്നുള്ള പാരമ്പര്യത്തിൽ നിന്ന് ഒരു 2 പഴയ വള്ളങ്ങൾ അതിനു വേണ്ടി വെച്ചിരിക്കുന്നവർ നമ്മളെ കാണിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് മനസ്സിലാകും പത്തോസ് നല്ല തൊഴിലുടമയായിരുന്നു, കടലിലെ ജോലിക്ക് നല്ലൊരു സംരംഭകനായിരുന്നു, കുറേ കാശൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, കുറേ തൊഴിലാളികളെയൊക്കെ പോറ്റിക്കൊണ്ട് നടന്ന ആളാണ്. അത് ആ കർത്താവ് വിളിച്ചപ്പോൾ പിന്നെ വള്ളവും ഉപേക്ഷിച്ചല്ല,
ഇവിടെ വന്നിട്ടാണെങ്കിൽ പൈസ ഉണ്ട്, പക്ഷേ പത്രോസിൻ്റെ കയ്യിലല്ല കൂട്ടാൻ കൊടുത്തിരിക്കണത്, ജൂദാസിൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അധികാരം പത്രോസിനും. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, താക്കോല് പത്രോസിനും പെട്ടി യൂദാസിനും. അങ്ങനെയല്ലേ, പെട്ടിയും താക്കോലെല്ലാം അവൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. എന്നാൽ ഒതുങ്ങി ജീവിച്ച്, അധികാരം ഉണ്ടെങ്കിലും എല്ലാവരും ആശ്രയിക്കുന്നത് ഇങ്ങനെയാണെങ്കിലും തൻ്റെ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിൽ വളരെ വീറോടും വാശിയോടും കൂടി ജീവിച്ചു. അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം കർത്താവും ഇല്ല, കാലണയും ഇല്ല. ഇപ്പം പശുവും ചത്ത് മോരിലെ പുളിയും കെട്ടെന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയാണ് പത്രോസ്. എന്നിട്ടും വിശ്വാസം വിട്ടുകൊടുക്കത്തില്ല. എന്താ ഞാൻ പറയും, ഈ മുടന്തം കൈതിരി പറയും, ഞാൻ തന്നെ ഇന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ല, പൊന്നും വെള്ളിയും ഒന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ എനിക്കുള്ളത് ഉണ്ട്, ഒരാളുണ്ട്. എന്താണ് അത്? ഞാൻ നിനക്ക് തരാം, നീ എഴുന്നേറ്റ് നടക്കണം അവൻ്റെ നാമത്തിൽ. അപ്പം എന്ത് പവറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾക്കാണെങ്കിൽ ഈ ചില പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെങ്കിൽ പറയും, ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടുത്തെ കാശ് മേടിക്കാൻ പോയതാണ്, തേങ്ങയുടെ കാശ്, നെല്ലിൻ്റെ കാശ്, റബ്ബറിൻ്റെ കാശൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ അവർ പറയും പൈസ കിട്ടിയില്ല. ഇപ്പം മീനിൻ്റെ കാശ് തരകന്മാർ മേടിക്കാൻ പോകത്തില്ലേ, മീൻ വിറ്റേൻ്റെ കാശ് വാങ്ങിക്കാൻ പോകണമാണ്. പക്ഷേ സന്ധ്യയ്ക്ക് കയറി വരുമ്പോൾ കാശ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും, എന്നാൽ പ്രാർത്ഥനയ്ക്ക് അതിന് കാശ് കിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് സമയമായില്ല, എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് വൈഫ് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് ഇയാൾ അവിടെ പോയി കിടക്കും. ഇത് തന്നെയായിരുന്നു നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഉടനെ അയ്യോ ഏതായാലും കിട്ടിയില്ല, ഞാൻ വിസ കിട്ടിയെങ്കിൽ ഞാനിന്ന് അവിടെ ഇരുന്നേനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഡൗണായി വേണേൽ പള്ളിയിലും പോകത്തില്ല. ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ ദൈവത്തിന് പണി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. എൻ്റെ മക്കളെ ഇത് വലിയൊരു ഗതികേടാണ്. എന്താ കാര്യത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു തകർച്ചയിൽ ദൈവത്തെ മറന്ന്, പ്രാർത്ഥന മറന്ന്, പത്രോസിൻ്റെ കൂടെ വിനോദമാണ്. കർത്താവും മരിച്ചു, കയ്യിലെ കാശും പോയി, എല്ലാവരുമൊക്കെ ഓരോ വഴിക്ക് പോയിട്ടും പത്രോസ് ആ ജെറുസലേം വിട്ടുപോകാതെ, ആ പ്രാർത്ഥനാ സമയം വിട്ടുപോകാതെ, പ്രാർത്ഥനയുടെ സമയത്ത് 9-ാം മണിക്കൂറിൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പോയേ. അതാണ് പത്രോസ്. പിന്നെ എങ്ങനെയാണ് ഈശോ അവരുടെ അടുക്കൽ മാറണത്? മാറത്തില്ല ഒരിക്കലും. ദൈവം നിങ്ങളുടെ അടുക്കൽ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണത്. കയ്യിരിപ്പൊന്നുമല്ല, പച്ചക്ക് പറയാം, നിർവികേട് കൊണ്ടാണ് നിങ്ങളുടെ. ഒരു സംശയമില്ല കാര്യം. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞില്ലേ, റബ്ബറിൻ്റെ കാശ് കിട്ടിയില്ല, നാളെ തരാമെന്ന്, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്നില്ലല്ലോ, പോയി കിടക്കുകയല്ലേ. അതുപോലെ തന്നെ സംഭവം. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ കാര്യമായാലും കയറിൻ്റെ കാര്യമായാലും ഇതൊക്കെ തന്നെ. നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ച് ചെല്ലും, 10,000 ആശയങ്ങളും കണ്ട്, സങ്കല്പവും ചീട്ട് കൊട്ടാരവും സ്വപ്ന കൊട്ടാരവും കണ്ട് ചെല്ലും, എല്ലാം കൂടി ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. നമ്മളിങ്ങനെ ഗതികേടുകൊണ്ട് തിരിച്ചു വരും. പക്ഷെ ആ സമയത്ത് പത്രോസിനെ പോലെ ഒന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ കൂടെ ഉണ്ട്. കാശില്ലെന്നേ ഉള്ളൂ, അതേ കർത്താവുണ്ടെന്ന് പറയും. അത് പറഞ്ഞില്ലെന്നേ കുഴപ്പമില്ലാൽ. ഈ ബൈബിളിൽ ഒരു വാക്കില്ലേ, എന്താണ് ബ്ലോട്ട് ഔട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഒപ്പിക്കളയാമെന്ന്. പണ്ട് ഈ മഷിയിൽ എഴുതുമ്പോഴേ ഒപ്പി മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ മഷി കുത്തി എഴുതുമ്പോൾ ഒപ്പി മാറ്റുമല്ല. ഞാനൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടുണ്ട് ഉപ്പ് കടലാസ്. അപ്പോൾ തന്നെ ഈ കുറേ ബ്ലേഡ്, എഴുതിയ സാധനം തിരുത്താൻ വേണ്ടി പരീക്ഷയ്ക്ക് പോകുമ്പോഴും ബ്ലേഡും കൊണ്ടുപോകും, അക്ഷരം വരച്ച് കളയാൻ. അന്നിങ്ങനെ മുക്കി എഴുതുകയും കുത്തി എഴുതുകയും ഡോട്ട് പെന്നോട് എഴുതുന്ന പരിപാടിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ 3-ാം ക്ലാസ്സിലൊക്കെ മുക്കി എഴുതുകയായിരുന്നു. മുക്കി എഴുതിയിട്ട് ഇങ്ങനെ ബെഞ്ചെ കുറഞ്ഞിടും, കൂടുതൽ മഷിക്കാക്കി ഇങ്ങനെ. അപ്പം കഴിഞ്ഞ ആ കാലങ്ങളിലുള്ള എല്ലാ ബെഞ്ചും നോക്കിയാൽ ഒരു 10-50 കൊല്ലം മുമ്പുള്ള ബെഞ്ചെല്ലാം മഷിയുടെ കുടച്ച് കാണാം. എല്ലാ സ്കൂളിലെയും പിള്ളേർ കുടയണാണ്. ആ ഒരു കാലം മാറി. അപ്പോൾ പക്ഷേ ബൈബിൾ എന്താ പറഞ്ഞ വെച്ചാൽ ബ്ലോട്ട് ഔട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഐസയാ 43:25 എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം. അപ്പം തുടച്ചു മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ തെറ്റുകൾ ദൈവം തുടച്ചു മാറ്റും. പക്ഷേ എഴുതിയിട്ടിട്ടാണല്ലോ തുറക്കണത്.
അതാണ് വിഷയം. എഴുതിയിട്ടിട്ടാണല്ലോ പിന്നെ തുടക്കാൻ പറ്റുന്നത്. അത് ദൈവം തന്നെ തുടക്കാം. അപ്പോൾ വല്ലതും ദൈവം എഴുതിയിട്ടിട്ടുണ്ടെന്ന് നോക്കണം കേട്ടാ. തക്ക സമയത്തെ ദൈവത്തിന് ഇങ്ങനെ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ കിട്ടാതെയും പരീക്ഷയ്ക്ക് തോറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനിയും തലവേദനയൊക്കെ വന്നപ്പോഴേ പ്രാർത്ഥന ഇല്ലാതെ ദേവാലയത്തിൽ പോകാതെ ദൈവത്തെ മറന്ന് ജീവിച്ചിടാൻ നോക്കണം. അതെല്ലാം കാര്യം ദൈവം എഴുതിയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ തുടക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് തുടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദൈവത്തിനെ കൊണ്ട് തുടപ്പിക്കേണ്ടതിന് അതിന് ദൈവമായിട്ട് അത്ര അടുപ്പം വേണം, അടുപ്പം തിരിച്ചു വരണം, അല്ല വേറെ മാർഗ്ഗമില്ല. ഏശയ്യാ 43:25 എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. അപ്പൊ ദൈവമാണ് തുടച്ചു മാറ്റേണ്ടത്. അപ്പൊ വല്ലതും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കണം. മനസ്സിലായില്ലേ? നമ്മൾ പത്രോസിന്റെ പോലെ പരാജയമാണെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ മുന്നേറാൻ കഴിയണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.